ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് വിയു എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ 55 ഇഞ്ചിൻ്റെ ഡിസ്പ്ലേ മാറുന്നതായിട്ടാണ്. മാറാനുള്ള കാരണം നിങ്ങൾക്ക് ഇവിടെ കാണാൻ ഡിസ്പ്ലേ ബ്രോക്കനാണ്. ഇതൊരു പുതിയ മോഡലാണ്, വിയു 55 സിനിമ എന്ന് പറഞ്ഞിട്ടുള്ളൊരു മോഡലാണ്. ഇവിടെ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണുന്ന പോലെ ഫുള്ളായിട്ട് തന്നെ ബ്രോക്കൺ ആയിട്ടുണ്ട്. അപ്പോൾ ചില ആളുകൾ ചോദിക്കാറുണ്ട്, ഡിസ്പ്ലേ ഒരു ചെറിയ ഭാഗത്ത് മാത്രമേ ക്രാക്കുള്ളൂ, അവിടെ പിക്ചർ കാണില്ല, മറ്റുള്ള ഭാഗങ്ങളിൽ പിക്ചർ കാണാം, അപ്പോൾ അത് ശരിയാക്കാൻ പറ്റുമെന്നൊക്കെ ചോദിക്കാറുണ്ട്. ഇത്തരത്തിൽ ഡിസ്പ്ലേ ഡാമേജ് ആയിട്ടുണ്ടെങ്കിൽ നമുക്കത് റിപ്പയറബിൾ അല്ല, അത് ഫുള്ളായിട്ട് തന്നെ മാറേണ്ടി വരും. കാരണം ഇതൊരു ഗ്ലാസ് ആണ്, അതിന് പുറമേ ഒരു പോളറൈസർ ഫിലിം ഉള്ളതുകൊണ്ടാണ് നമുക്ക് തൊടുമ്പോൾ അത് പൊട്ടിയതായിട്ട് ഫീൽ ചെയ്യാത്തത്. പക്ഷേ അകത്തുള്ള ഡിസ്പ്ലേ ക്രാക്ക് ആയിട്ടുണ്ട്. ഇപ്പോൾ ഈ കാണുന്നതാണ് പോളറൈസർ ഫിലിം. അപ്പോൾ ഇതുള്ളതുകൊണ്ടാണ് നമുക്ക് ടച്ച് ചെയ്യുന്ന സമയത്ത് അവിടെ ക്രാക്കൊന്നും ഫീൽ ചെയ്യാത്തത്. അപ്പോൾ അത് ആളുകൾക്ക് അറിയാത്തതുകൊണ്ടാണ് അങ്ങനെ ചോദിക്കുന്നത്. പക്ഷേ ഇതിനകത്ത് ശരിക്കും ഡിസ്പ്ലേ ബ്രോക്കൺ ആയിട്ടുണ്ടെങ്കിൽ അത് മൊത്തമായിട്ട് മാറില്ലാതെ നമുക്ക് വേറെ ഓപ്ഷൻ ഇല്ല. ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം, ഇത് 2024 വിയു 55 സിനിമ എന്ന് പറഞ്ഞിട്ടൊരു മോഡലാണ്. അപ്പോൾ ഇതുപോലെ ടി വി റിലേറ്റഡ് ഇഷ്യൂ ഒക്കെ ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. നമ്മൾ ലൊക്കേഷൻ വല്ല കൊച്ചിയിലെ കടവന്ത്രയാണ്. നമ്മുടെ എല്ലാ ബ്രാൻഡുകളിലെയും ടി വിയുടെ സർവീസ് ചെയ്യുന്നതാണ്. അതുപോലെ നമുക്ക് പിക്കപ്പ് ആൻഡ് ഡെലിവറി ഓപ്ഷൻസും അവൈലബിൾ ആണ്. വീഡിയോസ് നിങ്ങൾക്ക് യൂസ്ഫുള്ളായി തോന്നുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ വീഡിയോസ് ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഈ ഒരു അവസരത്തിൽ നമ്മുടെ ചാനലിൽ 5000 സബ്സ്ക്രൈബേഴ്സ് ആയി എന്നുകൂടെ നിങ്ങളെ അറിയിക്കുകയാണ്. ഈ ഒരു സബ്സ്ക്രൈബേഴ്സിൽ ഭൂരിഭാഗം ആളുകളും നമ്മുടെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളവരാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിലൊരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾ തരുന്ന അല്ലെങ്കിൽ നിങ്ങൾ അയച്ചു തരുന്ന കംപ്ലയിൻസിനും അതുപോലെ നിങ്ങൾ ചോദിക്കുന്ന ചോദ്യത്തിനും എന്നിൽ കഴിയുന്ന രീതിയിൽ ഞാൻ അതിന് മറുപടിയും അതുപോലെ അതിന് സൊല്യൂഷനും പറഞ്ഞു തരാൻ പറ്റിയിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. അപ്പോൾ അത് ഇനിയും ഉണ്ടാവും. മാക്സിമം എനിക്ക് പറ്റുന്നതൊക്കെ ഞാൻ ശ്രമിക്കാറുണ്ട്, ചെയ്തു തരാറുണ്ട്. അപ്പോൾ അത് ഇനിയും പ്രതീക്ഷിക്കാം. അതുപോലെ നിങ്ങൾക്കുള്ള ഡൗട്ടുകളോ അത് നിങ്ങൾക്ക് എന്തെങ്കിലും സജഷനോ വേണമെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. ഇപ്പോൾ ഇവിടെ ഞാൻ പറയുന്ന പല കാര്യങ്ങളും എല്ലാവർക്കും അത് ഇഷ്ടപ്പെടണമെന്നോ അല്ലെങ്കിൽ എല്ലാവരും അതുപോലെ ചെയ്യണമെന്നോ ഞാൻ ഒരിക്കലും പറയുന്നില്ല. ഇവിടെ ഞാൻ ഷെയർ ചെയ്യുന്നത് എൻ്റെ എക്സ്പീരിയൻസും എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. ഓരോരുത്തർക്കും ഓരോ അഭിപ്രായങ്ങളായിരിക്കും. എങ്കിലും ഒരു പരിധിവരെ ഞാൻ എല്ലാവരെയും കോമൺ ആയിട്ടുള്ള പ്രശ്നങ്ങളാണ് ഇവിടെ പറയാറും അതുപോലെ ചെയ്ത് കാണിക്കാറുള്ളത്. അപ്പോൾ അത് എല്ലാവർക്കും യൂസ്ഫുള്ളായെന്ന് വിചാരിക്കുന്നു. ഇവിടെ നമ്മൾ ടി വിയുടെ ബാക്ക് കവറും അതുപോലെ ആ സ്പീക്കറിൻ്റെ ആ ഒരു ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലുള്ള ആ പോർഷൻസും റിമൂവ് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ കാണുന്നതാണ് അതിൻ്റെ മദർ ബോർഡ്, അതുപോലെ ടീക്കോൺ ബോർഡ്, ഡിസ്പ്ലേ ഒക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാം. ഈ ഒരു ടി വിയിൽ യൂസ് ചെയ്തിട്ടുള്ളത് കോംബോ മദർ ബോർഡാണ്. അതായത് പവർ സപ്ലൈയും അതുപോലെ മദർ ബോർഡ് ഒരുമിച്ച് വരുന്നതിനാണ് കോംബോ ബോർഡ് എന്ന് പറയുക. അത്തരത്തിലുള്ള ബോർഡുകളാണ് ഇപ്പോൾ വരുന്ന മിക്ക ടി വികളിലും ഇങ്ങനെയാണ് വരുന്നത്. അതുപോലെ തന്നെ ഒരു ടീക്കോൺ ബോർഡും പിന്നെ ഡിസ്പ്ലേ ആണ് ഇതിനകത്തുള്ളത്. അപ്പോൾ ഈ ഒരു മോഡലിൽ യൂസ് ചെയ്തിട്ടുള്ള ഡിസ്പ്ലേ എന്ന് പറയുന്നത് LG എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെയാണ്. അപ്പോൾ നമ്മൾ പറയാറുണ്ട്, പല വീഡിയോസിലും പറയുന്നതാണ്, ഡിസ്പ്ലേ അപ്ഗ്രേഡ് ചെയ്യുന്ന സമയത്ത് LG അല്ലെങ്കിൽ BOയുടെ ഒക്കെ ഡിസ്പ്ലേകളാണ് നമ്മൾ യൂസ് ചെയ്യാറെന്നുള്ളത്. അപ്പോൾ ഇവിടെ ഈ ഒരു ബ്രാൻഡ് കൊടുത്തിട്ടുള്ളത് LGയുടെ ഡിസ്പ്ലേ ആണ്. ഇവിടെ നമ്മൾ ഇത് മാറി വയ്ക്കാനുള്ള റീസൺ ഇത് ബ്രോക്കൺ ആയതുകൊണ്ടാണ്. നിങ്ങൾ പുതിയൊരു ടി വി നോക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു മോഡൽ എന്തായാലും പരിഗണിക്കാവുന്നതാണ്. കാരണം ഇതിനകത്ത് യൂസ് ചെയ്തിട്ടുള്ള ഡിസ്പ്ലേ LG എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ IPS ഡിസ്പ്ലേ ആണ്. അതുപോലെ തന്നെ BOA എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ ഡിസ്പ്ലേയിലും ചില മോഡലിൽ കാണാറുണ്ട്. അപ്പോൾ ഇത്തരം ടി വികൾ നമുക്ക് പറയാറുണ്ട് ഒരു 4 അല്ലെങ്കിൽ 5 വർഷം വരെ ഒരു ആവറേജ് ലൈഫ് കിട്ടുന്ന ഒരു ഡിസ്പ്ലേകളാണ്. ഇവിടെ നമ്മൾ ആ ഒരു ഇതിനകത്തുള്ള പൊട്ടിയിട്ടുള്ള ഡിസ്പ്ലേ നമ്മൾ റിമൂവ് ചെയ്ത് പുതിയ ഡിസ്പ്ലേ ഇടുന്നതാണ് വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാൻ ഫുള്ളായിട്ട് തന്നെ കാണാം. പിന്നെ പല ആളുകൾക്കും ഉണ്ടാകുന്ന ഡൗട്ടാണ്, നമ്മളിതിൻ്റെ പൊട്ടിയ ഡിസ്പ്ലേ മാറുന്നത് വർത്താണോ, അതുപോലെ ഏകദേശം എന്ത് കോസ്റ്റ് വരും, ഇത് ഏതൊക്കെ ടി വിയിൽ ഡിസ്പ്ലേ അല്ലെങ്കിൽ ഇത്തരത്തിൽ കംപ്ലയിൻ്റ് ആയിക്കഴിഞ്ഞാൽ നമ്മൾ മാറാതെ വേറെ ടി വി എടുക്കുന്നതാണ് നല്ലതെന്നൊക്കെ പല ആളുകൾക്കും സംശയം ഉണ്ടാവും. അപ്പോൾ ഈ ഒരു കണ്ടീഷനിൽ ഇപ്പോൾ ഈ ഒരു ടി വിയുടെ കാര്യം പറയുകയാണെങ്കിൽ ഇതൊരു 2024 മോഡൽ ടി വിയാണ്, അത്ര പഴക്കമൊന്നുമില്ല. പിന്നെ ഇതിൻ്റെ ഡിസ്പ്ലേ ആൾറെഡി നമ്മൾ പറഞ്ഞു LG എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ ഡിസ്പ്ലേ ആണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ഡിസ്പ്ലേ നമുക്ക് കംപ്ലയിൻ്റ് ആയിട്ട് അല്ല വന്നിട്ടുള്ളത്, ഫിസിക്കൽ ഡാമേജ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു മോഡലിൽ നമുക്ക് എന്തുകൊണ്ടും ഡിസ്പ്ലേ റീപ്ലേസ്മെൻറ്റ് ചെയ്യുന്നതാണ് നല്ലത്. കാരണം അധികം യൂസ് ചെയ്തിട്ടില്ല, അത്ര പഴക്കമൊന്നും ആയിട്ടില്ല. പിന്നെയുള്ള ഒരു മെയിൻ ഡൗട്ടാണ് ഇതിന് എത്ര കോസ്റ്റ് വരും. 55 ഇഞ്ചിൻ്റെ ഡിസ്പ്ലേ റീപ്ലേസ്മെൻറ്റ് ഒരു ആവറേജ് കോസ്റ്റ് ഏകദേശം ഒരു 23,000 അല്ലെങ്കിൽ 25,000 ആണ് ഇപ്പോൾ നിലവിൽ വരുന്നത്. ഡിസ്പ്ലേക്കൊക്കെ ചെറിയ രീതിയിലുള്ള റേറ്റൊക്കെ കൂടിയിട്ടുണ്ട്, പല ഡിസ്പ്ലേക്കും റേറ്റ് കൂടിയിട്ടുണ്ട്. ഇപ്പോൾ ഒരു 23,000 അല്ലെങ്കിൽ 25,000 ആണ് നമ്മൾ പറയാനുള്ള കാരണം. ചില ടി വികളിൽ നമുക്ക് അഡീഷണൽ ആയിട്ട് ബോർഡുകൾ അല്ലെങ്കിൽ കൺവേർഷൻ ബോർഡുകൾ, വേറെ അഡീഷണൽ ആയിട്ടുള്ള ബോർഡുകളും കേബിൾസൊക്കെ ആഡ് ചെയ്യേണ്ടി വരാറുണ്ട്. അപ്പോൾ പ്രൈസിൽ ചെറിയ രീതിയിൽ വ്യത്യാസം വരാറുണ്ട്. പിന്നെ അതിൽ തന്നെ ഈ നമ്മൾ ഈ പറയുന്ന LG അല്ലെങ്കിൽ BOA ഡിസ്പ്ലേ അല്ലാതെ വേറെ ഡിസ്പ്ലേകളും വരുന്നുണ്ട്. അപ്പോൾ അതും അനുസരിച്ച് ഡിസ്പ്ലേ റേറ്റിൽ ചെറിയ രീതിയിൽ വ്യത്യാസം വരാറുണ്ട്. അപ്പോൾ ഒരു അപ്രോക്സിമേറ്റ് റേറ്റ് തന്നെ ഒരു 23 to 25 റേഞ്ചാണ് നോർമലി വരുന്നത്. അപ്പോൾ നിങ്ങൾ ഒരു കാര്യം എപ്പോഴും മനസ്സിലാക്കി വയ്ക്കുക, ഡിസ്പ്ലേ മാറേണ്ട കേസ് വരികയാണെങ്കിൽ, ഇപ്പോൾ നിങ്ങളുടെ ടിവിയുടെ ഡിസ്പ്ലേ ആണ് കംപ്ലയിൻറ്റ്, അത് മാറേണ്ടി വരികയാണെങ്കിൽ ആ ടി വിയുടെ ആക്ച്വൽ പ്രൈസിൻ്റെ ഒരു 60 അല്ലെങ്കിൽ 70% വില വരുന്ന ഡിസ്പ്ലേക്കാണെന്ന് മനസ്സിലാക്കുക. അപ്പോൾ നിങ്ങൾ ടി വി റിപ്പയർ ചെയ്യാൻ പോകുന്നുണ്ടെങ്കിൽ ആ ഒരു കാര്യം മനസ്സിൽ വെച്ചിട്ട് വേണം ഈ ഒരു കാര്യം ചെയ്യാൻ. കാരണം ഡിസ്പ്ലേക്കാണ് ഏറ്റവും കൂടുതൽ കോസ്റ്റ് വരുന്ന പാർട്ട് ടി വിയിലെ കമ്പയർ ചെയ്യുമ്പോൾ. അപ്പോൾ ആ ഒരു പാർട്ടിന് ഏകദേശം ഒരു 60 അല്ലെങ്കിൽ 70% വില വരുന്നുണ്ടെന്ന് മനസ്സിലാക്കി വയ്ക്കുക. പല ആളുകൾ നമ്മളോട് ഈ ഒരു കാര്യം പറയുമ്പോൾ ഇത്ര റേറ്റ് ആവില്ലേ അല്ലെങ്കിൽ ഇത്ര റേറ്റ് ആണെന്ന് പറയാറുണ്ട്. അപ്പോൾ അവർ ആൾറെഡി അത്ര എക്സ്പെക്റ്റ് ചെയ്യുന്നില്ല, അതുകൊണ്ടായിരിക്കാം.
അപ്പോൾ ഇതിൻ്റെ ഒരു കാര്യം എപ്പോഴും മനസ്സിലാക്കുക, ഏത് ടി വിയുടെ ആണെങ്കിലും അതിൻ്റെ ആക്ച്വൽ പ്രൈസിൻ്റെ ഒരു 70% ഡിസ്പ്ലേക്കാണ് പ്രൈസ് വരുന്നതെന്ന് ഓർത്ത് വയ്ക്കുക. ഇവിടെ നമ്മൾ അതിൻ്റെ ഡിസ്പ്ലേ റിമൂവ് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. അതിനുശേഷം ആ ഒരു ഫ്രെയിമിലുള്ള നേരത്തെ ഡിസ്പ്ലേ ഒട്ടിച്ചിരുന്ന ആ ഒരു ഗമ്മ് നമ്മൾ റിമൂവ് ചെയ്ത് മാറ്റുന്നുണ്ട്. അതുപോലെ തന്നെ അതിനകത്തുള്ള ആ ഒരു ഗമ്മിൻ്റെ ബാക്കിയുള്ള ആ ഒരു ഡസ്റ്റ് പാർട്ടിക്കിൾസൊക്കെ നമ്മൾ ബ്രഷ് ഉപയോഗിച്ചിട്ട് റിമൂവ് ചെയ്ത് മാറ്റുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മളെ ലൊക്കേഷൻ പല ആളുകളും ചോദിക്കാറുണ്ട്, അല്ലെങ്കിൽ എവിടെയാണ് ഓഫീസ്. നമ്മുടെ ഓഫീസ് പറഞ്ഞാൽ കൊച്ചിയിലെ കടവന്ത്രയാണ്. ഇവിടെ ചിയാങ് റെസ്റ്റോറൻ്റൊക്കെ വരുന്നുണ്ട് കടവന്ത്ര. അതിൻ്റെ തൊട്ടടുത്തുള്ള ഒരു വഴിയിലാണ് നമ്മൾ ഓഫീസ് വരുന്നത്. അപ്പോൾ നമുക്ക് പിക്കപ്പ് ആൻഡ് ഡെലിവറി ഓപ്ഷൻസ് അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ടി വി കംപ്ലയിൻ്റ് ഉണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് അല്ലെങ്കിൽ വാട്സപ്പിൽ വീഡിയോ അതിൽ മോഡൽ നമ്പറൊക്കെ അയക്കുകയാണെങ്കിൽ നമുക്ക് എന്താണ് ചെയ്യാൻ പറ്റുക, എന്താണ് സൊല്യൂഷൻ നിങ്ങൾക്ക് തരാൻ പറ്റും. ഇതൊരു ഫ്രെയിംലെസ് ടി വി ആയത് കാരണമാണ് ഇതിനകത്ത് ഈ ഡിസ്പ്ലേ നമ്മൾ ഒട്ടിക്കുന്ന ടൈപ്പാണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ രണ്ടാമത് ഇതിനകത്ത് ആ ഗ്ലൂ റിമൂവ് ചെയ്തതിന് ശേഷം പുതിയ ടാപ്പൊക്കെ നമ്മൾ ഡബിൾ സൈഡ് ടാപ്പൊക്കെ ഒട്ടിച്ചിട്ടുണ്ട്. ഇവിടെ നമ്മൾ റീപ്ലേസ് ചെയ്യാൻ പോകുന്ന ഡിസ്പ്ലേ BOE എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ 6+6 കോഫ് വരുന്ന 455 ഇഞ്ച് ഡിസ്പ്ലേ തന്നെയാണ്. നേരത്തെ ഇതിനകത്ത് ഉണ്ടായിരുന്ന LG ആണ്, പക്ഷേ ഇവിടെ നമ്മൾ റീപ്ലേസ് ചെയ്യാൻ പോകുന്നത് BOE ആണ്. അപ്പോൾ രണ്ടും നല്ലതാണ്. എനിക്ക് പേഴ്സണലി കുറച്ചുകൂടെ ലൈഫ് കൂടുതൽ, അതുപോലെ കളറിലും കുറച്ചുകൂടെ നല്ലതെന്ന് തോന്നിയത് BOE ആണ്. അപ്പോൾ LG മോശമാണെന്നല്ല, LG യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഈ ടി വികൾ സെലക്ട് ചെയ്യുന്ന സമയത്ത് നല്ല ഡിസ്പ്ലേയുള്ള ടി വികൾ തന്നെ വാങ്ങാൻ പറയാനുള്ള റീസൺ, ഡിസ്പ്ലേ കംപ്ലൈൻ്റ് ആയി കഴിഞ്ഞാൽ നമ്മൾ ഏകദേശം ഈ പറഞ്ഞ 55 ഏകദേശം 23,000 ഒക്കെ ആവറേജ് അതിന് ഡിസ്പ്ലേ റീപ്ലേസ്മെൻറ്റ് കോസ്റ്റ് വരും. അപ്പോൾ നിങ്ങളൊരു ഏറ്റവും കുറഞ്ഞ ബ്രാൻഡോ അല്ലെങ്കിൽ ഏറ്റവും മോശപ്പെട്ട ഡിസ്പ്ലേയുള്ള ടി വിയാണ് വാങ്ങിക്കണമെങ്കിൽ ഒരു 2 വർഷം കഴിയുമ്പോൾ അല്ലെങ്കിൽ 3 വർഷം കഴിയുമ്പോൾ വീണ്ടും നിങ്ങൾ ഈ പറഞ്ഞ 22 അല്ലെങ്കിൽ അത്രയും എമൗണ്ട് സ്പെൻഡ് ചെയ്തിട്ട് വീണ്ടും ടി വി നന്നാക്കേണ്ടി വരും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എപ്പോഴും പറയുന്നത് ടി വി വാങ്ങിക്കുന്ന ടൈമിൽ നല്ല ഡിസ്പ്ലേയുള്ള ടി വി വാങ്ങിക്കുക. അപ്പോൾ അത്തരത്തിലൊരു മോഡലാണ് ഇപ്പോൾ നമ്മൾ ഡിസ്പ്ലേ മാറിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതൊരു നമുക്ക് എടുക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ ഈ ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മോഡലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു വീഡിയോ ചെയ്യാനുള്ള റീസണും. എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത് വിയുവിൻ്റെ ഇപ്പോൾ വരുന്ന മോഡലുകളെല്ലാം തന്നെ കൂടുതലും കണ്ടിട്ടുള്ളത് BOEയുടെ ഡിസ്പ്ലേകളാണ്. ഒരു മാസ്റ്റർ പീസ് എന്ന് പറഞ്ഞ മോഡലിലും BOEയുടെ ഡിസ്പ്ലേ യൂസ് ചെയ്യുന്നതാണ് അറിയാൻ കഴിഞ്ഞത്. അതുപോലെ തന്നെ ഷവോമിയുടെ ചില മോഡലുകളും ഈ ഒരു ഡിസ്പ്ലേ അല്ലെങ്കിൽ A+യുടെ അല്ലെങ്കിൽ LGയുടെ ഡിസ്പ്ലേകൾ കൂടുതലും യൂസ് ചെയ്യേണ്ടി വരാറുണ്ട്. ഇവിടെ നമ്മൾ ആ ഡിസ്പ്ലേ പ്രോപ്പറായിട്ട് ആ ഒരു ഫ്രെയിമിൽ പ്ലേസ് ചെയ്തു. അതിനുശേഷം അതിൻ്റെ ആ കോഫ് ജസ്റ്റ് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഇവിടെ നിങ്ങൾക്ക് കാണാം ഓരോ സ്റ്റെപ്പ് നമ്മൾ വളരെ കെയർഫുള്ളായിട്ടാണ് ഈ ചെയ്യുന്നത്. പ്രത്യേകിച്ച് ഡിസ്പ്ലേയുടെ കാര്യത്തിൽ നമ്മൾ കൂടുതലും കെയർ കൊടുത്തിട്ടാണ് ഓരോ ടി വി റിപ്പയർ ചെയ്യുന്നത്. ഫ്രെയിംലെസ് ആയ ടി വി ആയ കാരണം ഇതിനകത്ത് ഡിസ്പ്ലേ ഒട്ടിക്കുന്നത് കൂടെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ പ്രോപ്പറായിട്ട് അതിൻ്റെ പഴയ ഗമ്മും അതുപോലെ തിരിച്ച് രണ്ടാമത് ആ പുതിയ ടാപ്പ് ഒട്ടിക്കുമ്പോഴൊക്കെ വളരെ കെയർഫുള്ളായിട്ട് ഓരോ സ്റ്റെപ്പും വളരെ കെയർഫുള്ളായിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോയിൽ കാണുമ്പോൾ മനസ്സിലാവും ഒരുപാട് ധൃതി പിടിച്ച് ചെയ്യാൻ പറ്റുന്നൊരു വർക്കല്ല ഈ ഡിസ്പ്ലേ റീപ്ലേസ്മെൻറ്റ്. കുറച്ചധികം ശ്രദ്ധ വേണം. ഇവിടെ നമ്മൾ അതിൻ്റെ ആ ബോട്ടം സൈഡിലുള്ള ഒരു ഫ്രെയിമും ഇതുപോലെ സ്ക്രൂ ചെയ്ത് തിരിച്ച് ഫിറ്റ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതിനകത്ത് ഇപ്പോൾ നമ്മൾ റീപ്ലേസ് ചെയ്തിട്ടുള്ള ഡിസ്പ്ലേയുടെ ടീക്കോൺ ബോർഡ് ഈ ഒരു ടി വിയിൽ ആഡ് ചെയ്യാൻ പോവാണ്. നേരത്തെ ഉണ്ടായിരുന്ന ടീക്കോൺ ബോർഡും ഇതും ഇപ്പോൾ നമ്മൾ വയ്ക്കാൻ പോകുന്നത് കാണുമ്പോൾ ഏകദേശം സിമിലറാണ്, പക്ഷേ വ്യത്യാസമുണ്ട്. നേരത്തെ ഉണ്ടായിരുന്ന LGയുടെ ഡിസ്പ്ലേ ആണ്, ഇവിടെ നമ്മൾ റീപ്ലേസ് ചെയ്യുന്നത് BOEയുടെയാണ്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് കണക്ഷൻസ് ഒന്നും ചേഞ്ച് ചെയ്യേണ്ട ആവശ്യമില്ല. അതായത് ഇതിൻ്റെ സപ്ലൈ സൈഡോ അല്ലെങ്കിൽ പിന്നെ ഇതിനകത്തുള്ള കേബിൾസ് ഒന്നും ചേഞ്ച് ചെയ്യേണ്ടി വരുന്നില്ല. സെയിം കേബിൾ തന്നെ നമുക്ക് ഇവിടുത്തെ യൂസ് ചെയ്യാം. അതായത് ഡിസ്പ്ലേയിൽ നിന്ന് ടീക്കോൺ ബോർഡിലോട്ടുള്ള കേബിളും അതുപോലെ ടീക്കോൺ ബോർഡിൽ നിന്ന് മദർ ബോർഡിലോട്ടുള്ള കേബിളും സെയിം തന്നെ ഇവിടെ നമുക്ക് യൂസ് ചെയ്യാം. വേറെ അതിനകത്ത് നമുക്ക് മോഡിഫിക്കേഷനോ അല്ലെങ്കിൽ അതിനകത്ത് വേറെ അറേഞ്ച്മെൻറ്റ് ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. നിങ്ങൾക്കിവിടെ കാണാം അതിൻ്റെ PCBകൾ കാണുമ്പോൾ രണ്ടും സിമിലറാണ്, അതിൻ്റെ സപ്ലൈ സൈഡ് എല്ലാം സെയിം ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു കൂടെ വരുന്ന അല്ലെങ്കിൽ ഈ ഡിസ്പ്ലേയുടെ കൂടെ വരുന്ന ടീക്കോൺ ബോർഡ് ഡയറക്റ്റ് അതിനകത്തോട്ട് കണക്ട് ചെയ്യാം. അപ്പോൾ നമ്മളിവിടെ ഒരു കാര്യം കൂടി ചെയ്യുന്നുണ്ട്. അതിനകത്തുള്ള ടീക്കോൺ ബോർഡിനകത്തുള്ള ICയുടെ മേലെയും താഴെയും ഇത്തരത്തിൽ തെർമൽ പാഡുകൾ യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ വരുന്ന എല്ലാ ഡിസ്പ്ലേകളുടെ കൂടെ നമ്മൾ ഇത്തരത്തിൽ തെർമൽ പാഡ് ആഡ് ചെയ്യാറുണ്ട്. അപ്പോൾ അത് ആഡ് ചെയ്യുന്നുള്ള ഗുണം എന്ന് വെച്ചാൽ അതിനകത്തുള്ള ടീക്കോൺ ബോർഡ് വർക്ക് ചെയ്യുമ്പോൾ ഹീറ്റ് അത് റെഡ്യൂസ് ചെയ്യാനും അതിൻ്റെ ലൈഫ് കുറച്ചുകൂടി ഇമ്പ്രൂവ് ചെയ്യാനൊക്കെ നമുക്ക് അതുകൊണ്ട് സാധിക്കും. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് വന്നിരുന്ന പല ടി വികളിൽ ഇത്തരത്തിൽ വലിയ കട്ടിയുള്ള തെർമൽ പാഡുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അത്തരം ടി വികളൊക്കെ കുറേ അധികം ലൈഫ് കിട്ടിയിട്ടുള്ളതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇത്തരത്തിൽ വരുന്ന എല്ലാ ഡിസ്പ്ലേകളിലും ഈ ഒരു കാര്യം ചെയ്യാറുണ്ട്, തെർമൽ പാഡ് ആഡ് ചെയ്യാറുണ്ട്. ഏതൊരു ഇലക്ട്രോണിക് ഉപകരണത്തെയും അത് കംപ്ലൈൻ്റ് ആക്കാൻ ഒരു തരത്തിലും ഹീറ്റ് നല്ലൊരു റോള് വഹിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു കാര്യം മനസ്സിലാക്കിക്കൊണ്ടാണ് നമ്മൾ ഇത്തരത്തിലൂടെ ചെയ്യുന്നത്. അപ്പോൾ എത്രത്തോളം ഒരു ടി വി അല്ലെങ്കിൽ എന്ത് എക്യുപ്മെൻറ്റിലും ഹീറ്റ് കുറയ്ക്കാൻ പറ്റുന്നോ അത്രയും അതിൻ്റെ ലൈഫും ഇമ്പ്രൂവ് ആവും. ഇവിടെ നമ്മൾ ഓൺ ചെയ്യുന്ന സമയത്ത് സ്പ്ലിറ്റ് ആയിട്ടാണ്, അതായത് ഡുവൽ ഇമേജ് ആയിട്ടാണ് കാണുന്നത്. അപ്പോൾ അതിന് നമ്മളിവിടെ ഒരു സൊല്യൂഷൻ ചെയ്തിട്ടുണ്ട്. അതിനകത്തൊരു ഡുവൽ പോർട്ട് ബോർഡ് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. അത് വീഡിയോയിൽ കാണിച്ചിട്ടില്ല, നമ്മൾ മുമ്പത്തെ വീഡിയോസിലൊക്കെ അത് കാണിക്കാറുണ്ടായിരുന്നു. പക്ഷേ ഇതിൽ കുറച്ചുകൂടെ ലെങ്ത്ത് കൂടുന്ന വെച്ചിട്ട് അത് ഫിറ്റ് ചെയ്യുന്ന വീഡിയോ നമ്മൾ ഇതിനകത്ത് ആഡ് ചെയ്തിട്ടില്ല. അത് ആ ഒരു PCBയുടെ അടിയിൽ വളരെ പ്രോപ്പറായി നമ്മൾ ഫിക്സ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് അതിൽ നിന്നാണ് ടീക്കോൺ ബോർഡിലോട്ട് നമ്മൾ കണക്ഷൻ കൊടുത്തിട്ടുള്ളത്. അതായത് മദർ ബോർഡിൽ നിന്ന് നേരെ ഈ ഒരു ഡുവൽ പോർട്ട് ബോർഡിലോട്ട് പിന്നെ നെക്സ്റ്റ് ടീക്കോൺ ബോർഡിലോട്ട് അങ്ങനെയാണ് അതിൻ്റെ കണക്ഷൻ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അത് എല്ലാ വീഡിയോസിലും കാണിക്കുന്നതാണ്, അതുകൊണ്ടാണ് ഈ വീഡിയോസിൽ ഉൾപ്പെടുത്താത്തത്. അപ്പോൾ അത് ഫിറ്റ് ചെയ്യുന്ന കാണുന്ന അല്ലെങ്കിൽ ഇൻസ്റ്റാൾ ചെയ്യുന്ന കാണുന്നവർക്ക് തൊട്ട് മുമ്പുള്ള വീഡിയോസിലൊക്കെ ചെക്ക് ചെയ്ത് അറിയാൻ പറ്റും. ഈ 4Kയിൽ ചില ഡിസ്പ്ലേകൾ വിടുന്ന ടൈമിൽ ഡുവൽ പിക്ചറായിട്ട് കാണും. അപ്പോൾ അതിനുള്ള സൊല്യൂഷനാണ് ഈ ഒരു ഡുവൽ പോർട്ട് ബോർഡ് ആഡ് ചെയ്യുക എന്നുള്ളത്.
അപ്പോൾ ചില ടീക്കോൺ ബോർഡിൽ നമുക്കത് പ്രോഗ്രാം ചെയ്തിട്ട് ആ ഒരു പ്രശ്നം പരിഹരിക്കാൻ പറ്റും. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്തിട്ടുള്ള ആ ഒരു ഡുവൽ പോർട്ട് ബോർഡ് ആഡ് ചെയ്യാണ് ചെയ്തിട്ടുള്ളത്. ടീക്കോൺ ബോർഡൊക്കെ പ്രോപ്പറായിട്ട് ഫിറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ അതിൻ്റെ ബാക്ക് കവർ കൂടെ ഇതുപോലെ സ്ക്രൂ ചെയ്ത് തിരിച്ച് ഫിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഡിസ്പ്ലേ റീപ്ലേസ് ചെയ്യുന്നതിനൊപ്പം തന്നെ അത്രയും ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു ടീക്കോൺ ബോർഡ് അതിനകത്തുള്ള കേബിൾസും പ്രോപ്പറായിട്ട് ഫിക്സ് ചെയ്യുന്നത്. ഈ ഒരു വീഡിയോ നമ്മൾ ടി വിയുടെ ചെക്കിങ്ങിലിട്ട സമയത്ത് എടുത്താണ്. അതുകൊണ്ട് ഇത് ലാൻഡ്സ്കേപ്പിൽ അല്ല നമ്മൾ എടുത്തിട്ടുള്ളത്. അതുകൊണ്ടാണ് ഇത്തിരി ചെരിഞ്ഞ് കാണുന്നത്. അപ്പോൾ നിങ്ങൾക്കിവിടെ കാണുമ്പോൾ മനസ്സിലാവും അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള പിക്ചർ തന്നെയാണ് ഈ ഒരു ഡിസ്പ്ലേ നമുക്ക് തരുന്നത്. ഇതൊരു A+ ഗ്രേഡ് ഡിസ്പ്ലേ ആണ്, BOEയുടെ A+ ഗ്രേഡ് ഡിസ്പ്ലേ ആണ്. അതുകൊണ്ടാണ് ഇത്രയും പിക്ചർ ഔട്ട്പുട്ടും അല്ലെങ്കിൽ ഇത്ര ഒരു ഡെപ്ത് ഉള്ള ഒരു പിക്ചറും ഇത് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ടി വിയുടെ ആ ഒരു ക്ലാരിറ്റി നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ ഏകദേശം എന്താണെന്ന് മനസ്സിലാവും. ഈ ഒരു ഡിസ്പ്ലേയുടെ ഔട്ട്പുട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾ ടി വികൾ വാങ്ങിക്കുന്ന ടൈമിൽ അതിനകത്തുള്ള ഡിസ്പ്ലേകൾ നല്ല ക്വാളിറ്റിയുള്ള ഡിസ്പ്ലേ ആണെന്ന് ഉറപ്പ് വരുത്തുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ടി വി അല്ലെങ്കിൽ ഒരു ഷോർട്ട് പീരീഡ് കൊണ്ട് വരുന്ന കംപ്ലൈൻറ്റുകൾ മാക്സിമം അവോയ്ഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി തോന്നുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ വീഡിയോസ് ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതുപോലത്തെ കംപ്ലൈൻറ്റ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ നമ്പറിൽ ധൈര്യമായിട്ട് കോൺടാക്ട് ചെയ്യാം.